ഇപ്പൊ രതീഷ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ആണെന്ന് പറഞ്ഞു, ആക്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു റോള് വരുമ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആ റോള് എനിക്ക് സ്യൂട്ട് ആവോ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി വെരി ലൈക്ക് ന്യൂ, ലൈക്ക് ഈ ഒരു റോളിൽ നായകൻ എന്നുള്ള പരിപാടിയിൽ നായകനായിട്ട് ഒരു പരിപാടി കോഷ്ടാന്റെ പുറം എന്ന് പറഞ്ഞ പടമായിരുന്നു. അത് എനിക്കൊന്നും ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യും. അപ്പൊ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സൈബീരിയൻ കോളനി ഞാൻ പൊതുവെ സ്ക്രിപ്റ്റ് വായിക്കത്തില്ല എന്നുള്ള കഥ കേൾക്കും. സ്ക്രിപ്റ്റ് വായിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം എഴുത്ത് പരിപാടിയൊക്കെ ആയിട്ട് മനസ്സിൽ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ആ എഴുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്ക് എനിക്കിപ്പോ ക്ലാരിറ്റി ഉണ്ട്. കാരണം എഴുത്തിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന അതും കൂടി മനസ്സിൽ വെച്ചേക്കുകയാണെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള സീൻ ഞാനങ്ങ് കൺസീവ് ചെയ്യും. എന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയമാണെന്നെ ഇതാണോ വീട്, ഇതല്ലല്ലോ ഞാൻ കണ്ടത്, ഞാൻ കൺസീവ് ചെയ്ത സാധനം ഇതല്ല, നീ എന്തിനാണ് കൺസീവ് ചെയ്യുന്നത്? അതൊക്കെ ആമ്പിള്ളേര് ഡയറക്ടറും റൈറ്ററും കൂടി കൺസീവ് ചെയ്ത സാധനത്തിൽ നീ പോയി അഭിനയിച്ചാൽ മതി. ആ ഒരു തിരിച്ചറിവ് വലിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല കിടുക്കളായ കുറച്ച് സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അടുത്ത വരുന്ന പടങ്ങൾ ലീഡായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പടം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ഇപ്പം ബന്ധമാണ്. അപ്പൊ ഈ സൈബീരിയൻ കോളനിയുടെ സ്ക്രിപ്റ്റ് വന്നപ്പോഴും ഞാൻ അങ്ങനെ ഒന്ന് രണ്ടുപേരായിട്ട് അത് അവര് വായിച്ചിട്ടാ പറഞ്ഞു, ധൈര്യമായിട്ട് നീ ചെയ്തു, ഒരു കുഴപ്പമില്ല. ബൈലിംഗ്വലാണ്, തമിഴും മലയാളവും കൂടിയാണ്. ഒരു ആക്ഷൻ പരിപാടിയാണ്. ചെറിയ ആ സമയത്തൊക്കെ സൂര്യ വിജയൊക്കെ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു പരിപാടിയാണ്. ഒരിക്കലും നീ നോക്കണ്ട, ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് സ്കെഡ്യൂൾ കുറച്ച് നല്ല ഗ്യാപ്പായി. എങ്കിലും നമ്മളത് കുറച്ച് പരിപാടികൾ നമ്മളത് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റായിട്ട് വന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഇനിയൊരു ഒറ്റ സ്കെഡ്യൂളും കൂടി ഉള്ളത് അതിന്റെ തീർക്കാൻ. അതിന്റെ മലയാളം പോർഷൻസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഒരു 3 or 4 days ഷൂട്ട് മാത്രമേ മലയാളം ഈ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അത് ബിജുക്കുട്ടൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അപ്പാനി ശരത്, അവരെല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള വേഷങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ലീഡായിട്ട് ചെയ്യുന്ന 2 ഗെറ്റപ്പിലുള്ള പരിപാടികളുണ്ട്. ഒരു ഗെറ്റപ്പിന്റെ മെയിൻ പരിപാടി കഴിഞ്ഞു, ഇച്ചിരി ബൾക്കി ആയിട്ട് തടിയൊക്കെ ഉള്ള ഒരു നാട്ടിൻപുറത്ത് സെറ്റപ്പ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതാണ് ഇത്രയും ഡിലേ ആയത്. സൈബീരിയൻ കോളനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡിലേ ആയി നിന്ന ആ സംഭവമാണ്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ ഡിസ്കസ്, ഇപ്പോഴും അതിന്റെ എഴുത്ത് നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഡയറക്ടേഴ്സ് ജിനുവും മാറ്റ്സൺ ബേബിയും രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് തുടങ്ങിയാണ്. ജിനു ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേ ഹിപ്നോട്ടിസത്തിനകത്തൊക്കെ വേറെ ലെവല് കയറി, വേറെ ലെവലിലാണ് അവൻ ഇപ്പൊ നിൽക്കുന്നത് തന്നെ. അപ്പൊ അവൻ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ എന്തായാലും അളിയാ ഇത്രയും നാളെ നമ്മൾ ഒന്ന് ഗ്യാപ്പ് എടുത്ത് നമ്മൾ എടുക്കേണ്ട സംഭവം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആ ട്രാൻസ്ഫോർമേഷൻ സാധനം, അതുകൊണ്ട് ഇനി ഏത് രീതിയിലേക്ക് നിന്റെ ബോഡി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അത് പിടിക്കാന്നുള്ള രീതിയിലാണ്. അത് നല്ലൊരു പരിപാടിയായിരിക്കും. സൈബീരിയൻ കോളനി വളരെ പ്രതീക്ഷയുള്ള പ്രോജക്റ്റാണ്. അതല്ലാതെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വീണ്ടും ഒന്നിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ജനുവരിയിൽ ഷൂട്ട് തുടങ്ങുന്നു. അതിൽ ഞാൻ തന്നെയാണ് ലീഡ്. ഞങ്ങൾ ഒരുമിച്ചൊരു ആഡ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നോട്ടെ അവൻ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് അവൻ കൊള്ളാം, അങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാന്നുള്ള സാധനം. ആ വർക്ക് നല്ല ഇതായിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട്. പിന്നെ ഹേമന്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ, ലൈക്ക് ഞാൻ ബാക്കിയുള്ളവരെ ഞങ്ങൾ കളിയാക്കി പറയുന്ന പറഞ്ഞാൽ പാവങ്ങളുടെ അമൽ നീരജ് എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പൊ അവന്റെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ഒരു പൈലറ്റ് പരിപാടി തീർന്നിരിക്കുകയാണ്. അപ്പൊ അത് ഉടനെ തന്നെ ഈ മന്ത് ലാസ്റ്റോടുകൂടി അതിന്റെ ഒരു പ്രിവ്യൂ ഷോ വനിത അവിടെ വെച്ചുണ്ടാവും. അപ്പൊ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം വിളിച്ചിട്ട് ചെയ്യാനുള്ള അതിന് ഞാൻ ലീഡായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അത്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. വേറെ 1-2 വർഷങ്ങളായിട്ട് പരിചയമുള്ള ഈ ഫേസ്ബുക്ക് ഒക്കെ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്ത്, ഞാൻ 10-14 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയം മുതലേ ഉള്ള കുറച്ച് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അവരൊക്കെ ചേട്ടാ നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടേ, ധൈര്യമായിട്ട്. കാരണം നമുക്ക് കൂടി അവർക്ക് ഒരു ഫയർ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരുണ്ട്. ഇത്രയും വർഷമായിട്ട് അവർ അതൊന്നും വേറൊന്നിലേക്കും പോവാതെ
ഇപ്പോഴും സിനിമയെന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ പോലും ഷോർട്ട് ഫിലിം ആണെങ്കിലും അല്ലെ ഒരു ആൽബം ആണെങ്കിലും അവർ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് നമ്മളെ വിളിച്ച് ചേട്ടാ ഒന്ന് ഷെയർ ചെയ്യാം. പറയാം എന്റെ പൊന്നു കുഞ്ഞെ എനിക്കൊന്നും റീച്ച് എന്ന് പറയാൻ സാധനമില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും കാണുന്നില്ല. അങ്ങനെ ആക്റ്റീവ് അല്ല. പക്ഷെ ഇനി ആക്റ്റീവ് ആവാനാണ് പ്ലാൻ. ഇപ്പൊ കുറച്ച് ഈ ഒരു വീക്കിൽ തന്നെ കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ PR പരിപാടിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. എനിക്കതിനെ കുറിച്ച് വലിയ ബോധം ഇല്ലായിരുന്നു. കാരണം കോശാന്റെ പറമ്പ് വന്ന സമയത്ത് തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു പുതിയ നായകൻ കൊണ്ട് കുളവാക്കിയെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അറ്റ് ദ സെയിം ടൈം നിന്നെ കൊണ്ട് ചെയ്യാവുന്ന അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോകാനുള്ള കുറെ സീനുകൾ ഉണ്ടായിരുന്നു, പെർട്ടിക്കുലർലി ഇമോഷണൽ സീൻസ് ഒക്കെ. പക്ഷെ അതൊക്കെ നീ ഒരു 21 നടനെ പോലെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്കറിയാം, നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ട്, നമ്മള് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതും ഒരു കൂട്ടക്കളി അല്ലായിരുന്നു. അത് ഇന്റർവെല്ലിന് ശേഷം കംപ്ലീറ്റ്ലി ആ മൂവി എന്റെ ഷോൾഡറിൽ തന്നെയാണ്. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് റീച്ചായി വരാനെന്ന് പറഞ്ഞാൽ എന്നെ വലുതായിട്ട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു സാധനം കൂടിയാണ്. അപ്പൊ അതിനി ഉണ്ടാവരുത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. ഇപ്പൊ എന്നെ ഈ ഇടയ്ക്ക് വെച്ച് ഞാനും ഫ്രണ്ട്സും കൂടി ലുലു മോളിൽ ഇരുന്ന സമയത്ത് ആറാട്ടണ്ണൻ വന്ന്, അപ്പൊ അവിടെ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പം അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ച രതീഷ് കൃഷ്ണനെ മുമ്പ് കണ്ടിട്ടില്ല, അബ്രാമിന്റെ സ്വന്തയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഇന്റർവ്യൂ പോലെ ആ സംഭവം പോയി. അപ്പൊ പുള്ളി അത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊളാബ് ചെയ്തു ഞങ്ങളത്. അപ്പം എല്ലാരും ഏതവനടാ അത് ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ആരടാ അപ്പം ആറാട്ടണ്ണനെ അറിയാവുന്ന ആൾക്കാർക്ക് പോലും എന്നെ അറിയില്ല. ആറാട്ടണ്ണനാണ് ഫേമസ്. അപ്പൊ അതെനിക്കൊരു നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നില്ല. അത് എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് മാറ്റേഴ്സ് ഇസ് ലൈക്ക് എന്തൊക്കെ കാണിച്ച് അവനാണ് ഏതാ അവൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും 1000 പേർക്ക് അല്ലെ 1,00,000 പേർക്ക് നമ്മളെ അറിയാമെങ്കിൽ നമ്മുടെ ഒരു പടം വന്നു കഴിഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ JSK അല്ലെ എതിരെ അല്ലെ നായാടികൾ അല്ലെ ഞാൻ നായകനാവുന്ന പരിപാടി ഏതെങ്കിലും പടം റിലീസ് ആയതുകൊണ്ട് ഇത് അവനല്ലായിരുന്നു മറ്റേ ആറാട്ടന്റെ കൂടെ ഇരുന്നത്, അല്ലെ അലൻ ജോസ് പെരേരയുടെ കൂടെ ഇരുന്നവൻ, അവൻ ഇവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ എന്നേ പറയത്തോളം എനിക്കറിയാം. അത് അഹങ്കാരം കൊണ്ടല്ല, അത് ഒരു കോൺഫിഡൻസിന്റെ ഒരു ഇതാണ്. അപ്പൊ ഏത് രീതിയിൽ നിങ്ങൾ എന്നെ കണ്ടാലും ഇപ്പൊ നാളെ വേണമെന്നുണ്ടെങ്കിൽ വൈറലാവുന്ന ഏതെങ്കിലും ഒരു കോണ്ടന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടായേക്കാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വെൻ യുവർ മൂവി കംസ് ഔട്ട് അത്രേ ഉള്ളൂ. ജനത്തിന് അതാണ്. അല്ലാതെ ജനം നമ്മളെ അവൻ അതിനകത്ത് അങ്ങനെ കാണിച്ചത് കൊണ്ട് അവന്റെ അവിടെ കൊള്ളത്തില്ല അങ്ങനല്ലോ. ഈ ഒരു പടം അവൻ നന്നായി ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും. ഇപ്പൊ തന്നെ മറ്റേ ഞാനിപ്പോ ഇന്ന് രാവിലെ മറ്റേ പുഷ്പയുടെ ഇതിനകത്ത് സ്ഥിരം കുറെ എണ്ണം ഉണ്ടാവാറുണ്ട്, പുതിയ അപരാധികൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഒരു പുള്ളി വന്ന് മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞ വട്ടം കങ്കോയുടെ സാധനം കാണിച്ചില്ലേ. പുള്ളിക്ക് നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് അന്നേരം ഞാൻ അത് നോട്ട് ചെയ്തതാണ്. ഇപ്പൊ ഇന്ന് പുഷ്പയുടെ ഒരു ഡയലോഗ് വന്നിട്ട് ബാക്കിയുള്ളവന്മാർ ഈ പറയുന്നവന്മാരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ആ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. അവൻ ത്രോട്ടുള്ള ഡയലോഗും പറഞ്ഞ് അവൻ ഐഡിയലി അവൻ മാർക്കറ്റിംഗ് പരിപാടി അവിടെ യൂസ് ചെയ്തതാണ്. നോക്കിയോ അതിനകത്ത് ഒരു 10-20 കമന്റ്സ് എങ്കിലും അവൻ കൊണ്ടാവല്ലോ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ ഏത് രീതി കണ്ട് ആരൊക്കെ തെറി വിളിച്ചാലും ആരൊക്കെ ചീത്ത വിളിച്ചാലും എവിടെയാണോ കഴിവ് തെളിയിക്കേണ്ടുന്നത് ആ മേഖലകളിൽ, ഇപ്പൊ സിനിമയാണെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ JSK എന്ന് പറയുന്നത്, അപ്പം JSK മൂവിയാണ് എനിക്ക് ഇനി റിലീസ് ആവാനുള്ളത്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, അസ്കർ അലി, ദിവ്യ പിള്ള, മാധവ് സുരേഷ്, ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുള്ള, ബൈജു ചേട്ടൻ, ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുള്ള ഒരു ഗംഭീര പാൻ ഇന്ത്യൻ പടമാണ്. ഒരേ സമയം 5-6 ലാംഗ്വേജിൽ റിലീസ് ആവുന്നുണ്ട്. 5-6 ലാംഗ്വേജിൽ റിലീസ് ആവുന്ന പടത്തിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് വേഷം ആക്ടർ ക്രിഷ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള സാധനം അത് തള്ളിമറിക്കാനൊന്നും ഇല്ല. അത് പടത്തിനകത്ത് ഉള്ളതാണ്. ഇനി അതിനകത്ത് ആര് വിചാരിച്ചത് അങ്ങനെ ഇല്ല, രതീഷ് ആയതുകൊണ്ട് ഇനി പടം കാണണ്ട എന്നുള്ള സാധനമൊന്നും ഇല്ല ഏത് രീതിയിൽ ഞാൻ വന്നാലും. പക്ഷെ പടം ഗംഭീരമായിരിക്കും. പടം ചർച്ചയാവാൻ പോകുന്ന പടമാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. അതിന്റെ കോണ്ടന്റ് അങ്ങനെ ഒരു സംഭവമാണ്. അറ്റ് ദ സെയിം ടൈം എതിരെ എന്ന് പറയുന്നത് ഗോകുൽ സുരേഷ്, റഹ്മാൻ,
നമിത പ്രമോദ്. ആ പടത്തില് 4 സീൻ എങ്ങണ്ടേ ഉള്ളൂ ഞാൻ. പക്ഷെ നിങ്ങൾ ആ പടം കാണുമ്പോൾ ഒരിക്കലും രതീഷിനെ മറക്കില്ല, അല്ല ആക്ടർ കൃഷ്ണനെ മറക്കില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കും ഇത്രയും നല്ല സൽസ്വഭാവിയായ, ഇത്രയും നല്ല പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാറ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അങ്ങനെ ഒരു സാറാണ് അതിനകത്തെ സാർ വിൽസൺ സാർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഭയങ്കര ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് വരാനുണ്ട് ആണ്. പക്ഷെ എല്ലാത്തിനകത്തും ഞാനാണതെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതാണ് എന്റെ ഒരു കുഴപ്പം. ഭയങ്കര ഗെറ്റപ്പ് ചേഞ്ച് വരാറുണ്ട്. അത് ഞാൻ പേർപ്പസ്ലി ചെയ്യുന്നതല്ല, പക്ഷെ ഒരു ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ അതങ്ങ് അങ്ങ് 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 ആയി പോകുന്നതാണ്.